ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു പച്ചമാങ്ങ കിച്ചടി. നല്ല പച്ചമാങ്ങയും തേങ്ങയൊക്കെ ഇട്ട് നല്ല ഒരു അടിപൊളി കിച്ചടി, ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ഒരു സാധനം. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? പച്ചമാങ്ങ കിച്ചടി തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ 2 പച്ചമാങ്ങ കഴുകി നല്ല വൃത്തിയാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പകുതി വെളുത്തുള്ളി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 പീസ് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് കറിവേപ്പില വേണം, 2 പച്ചമുളക് വേണം, പിന്നെ അരമുറി തേങ്ങയും നമ്മളൊരു 250 മില്ലി തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും മാങ്ങയുടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കും. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങ എന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. നമ്മളതിന് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നു. അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു, ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. 2 പച്ചമുളക് നമ്മൾ എടുത്തിട്ടുള്ള 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഇട്ട് കൊടുക്കുന്നു. നമ്മളത് ഒരു 1/4 ടീസ്പൂൺ ജീരകോടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. സ്വല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഓവർ ലൂസാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടി ലൂസായി പോകും. അതുകൊണ്ട് നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങ നമ്മൾ നല്ല മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് പച്ചമാങ്ങ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടി ലൂസായി പോകും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കുക. അരപ്പ് മൂത്തിട്ടുണ്ട്. നമ്മൾ തീ ഓഫാക്കി ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കടുകൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി എടുക്കാം. മാങ്ങയും അരപ്പൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ടി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പിഞ്ച് പഞ്ചസാരയുടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ടേസ്റ്റ് അങ്ങ് ബാലൻസ് ആയിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. കടുക് പൊട്ടിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കിച്ചടിയിലോട്ട് ഇതാ കടുക് നമ്മൾ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നു. ഒരു പൊടിക്ക് കായോടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ കായം. 1/4 ടീസ്പൂൺ കായോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. അങ്ങനെ അടിപൊളി പച്ചമാങ്ങ കിച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പച്ചമാങ്ങ കിച്ചടി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാന്ദ്ര വന്നിട്ടുണ്ട്. സാന്ദ്രയാണ് നമ്മുടെ സ്ഥിരം ടേസ്റ്റ്. സാന്ദ്രയോട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം. കഴിച്ചല്ലേടാ, ഒന്നര കഴിക്കണമല്ലോ. കൊള്ളാം ചേട്ടാ, പച്ചമാങ്ങ കിച്ചടി അടിപൊളിയായിട്ടുണ്ട്. നല്ല പുളിയും കടുകിൻ്റെ ഒക്കെ ടേസ്റ്റ് എടുത്തറിയാം. അടിപൊളി പച്ചമാങ്ങ കിച്ചടി അടിപൊളിയായിട്ടുണ്ട്. വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു സൈഡ് ഡിഷായിട്ട് കൊടുക്കാം ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ. ചോറിൻ്റെ കൂടെ നല്ല ഒന്നാം തരം ഒരു സൈഡ് ഡിഷാണ് പച്ചമാങ്ങ കിച്ചടി. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കിട്ടുന്ന പച്ചമാങ്ങ വെച്ച് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരും മറക്കാതെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.